ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദാബ സ്റ്റൈലുള്ള പനീർ മസാലയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. അതുപോലെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മൾ എന്നും ഒരേ രീതിയിലുള്ള നാടൻ സ്റ്റൈലിലുള്ള കറികളാണ് അധികവും തയ്യാറാക്കാറുള്ളത്. എന്നാൽ വല്ലപ്പോഴും ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു വെറൈറ്റി കറിയൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നല്ലോണം ചൂടായി വന്നതിന് ശേഷം അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓയിൽ വേണം ഇതെടുക്കാൻ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് ഹോൾ സ്പൈസസ് ആണ്. അല്പം ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു 4 ഏലക്കയും 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി എണ്ണയിലൊന്ന് ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ആ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം. കാരണം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം ഉള്ളിയൊക്കെ എടുക്കേണ്ടത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കാം. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ചെറിയ ഒരു പീസ് ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയാണ്. അതോടൊപ്പം തന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെരുംജീരകത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അതാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റൊക്കെ കൊടുക്കുന്നുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓയിൽ തന്നെ വേണം ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഇതിൽ മസാലപ്പൊടിയൊക്കെ നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഇതിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി നോക്കി വേണം ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു പഴുത്ത തക്കാളി ആകുമ്പോൾ നല്ലൊരു പുളിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇനി തക്കാളി ഒന്ന് ഇതുപോലെ ഇതിലേക്ക് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം ചൂടുവെള്ളമാണ്. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഒന്ന് ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരും. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയും ആ മസാലയൊക്കെ നല്ലോണം മിക്സായി നല്ലൊരു മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഒരു തിക്ക് ഗ്രേവിയിലാണുള്ളത്. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നല്ല കട്ട തൈരാണ്. പുളിയില്ലാത്ത തൈര് നോക്കി വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ദാബ സ്റ്റൈലിലുള്ള ഇങ്ങനെ റെസിപ്പിക്കൊക്കെ നമ്മളധികം തൈരാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഈ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നല്ലൊരു ഗ്രേവിയായി കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു തൈരൊക്കെ ചേർത്ത് ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ. അതുപോലെ തന്നെ നല്ലൊരു ക്രീമി ആയിട്ടായിരിക്കും ഈ ഒരു റെസിപ്പി ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ തൈരൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ് ഈ ഒരു ഗരം മസാലക്ക്. അതോടൊപ്പം തന്നെ അല്പം ക്രഷ്ഡ് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഞാനിതിലിപ്പോൾ കാശ്മീർ ചില്ലി പൗഡർ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു 400 ഗ്രാം പനീറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി പനീർ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നില്ല, ഇങ്ങനെ ഡയറക്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. എന്നിട്ട് ഇതിലെല്ലായിടത്തും മസാല ആകുന്നത് പോലെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ പനീറിലെല്ലായിടത്തും ഇതുപോലെ മസാല ഒന്ന് പിടിച്ച് കിട്ടണം. വീഡിയോ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ സ്പീഡിൽ ഇളക്കി കൊടുക്കുന്നതായിട്ട് തോന്നുന്നുള്ളത്. ഞാൻ പതുക്കെയാണ് ഇത് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുത്തി ഇളക്കി കൊടുത്ത് അതിലെ പനീറൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് പതുക്കെ വേണം ഇതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കസൂരി മേത്തിയാണ്. ഇതിപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത കസൂരി മേത്തിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ ഈ ഒരു കറിൻ്റെ ടേസ്റ്റും മണമൊക്കെ നല്ലൊരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ് മണമൊക്കെ നമുക്ക് കിട്ടും. അത് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ ഈ ഒരു മസാലയിൽ കിട്ടിയിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അല്പം മല്ലിയിലയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കല്പം ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഫ്രഷ് ക്രീമോ കുക്കിംഗ് ക്രീമോ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ അല്പം കാഷ്യൂ നട്ട്സ് കുതിർത്ത് അരച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. അപ്പം നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അങ്ങനെ ഇപ്പോൾ ദാബ സ്റ്റൈലിലുള്ള നമ്മളെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോട് കൂടി തന്നെ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതോടൊപ്പം റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.